പ്രതിപക്ഷ ഉപനേതാവ് ഉൾപ്പെടെ AICCയുടെ ജനറൽ സെക്രട്ടറി ദീപാദാസ് മാഡം ഉൾപ്പെടെ എല്ലാവരും, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരുണ്ട്. നമ്മളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടിയാണ്. കഴിഞ്ഞ 35 വർഷക്കാലം ഈ നിലമ്പൂർ മണ്ണിനെ വികസനം കൊണ്ട് വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, മതേതര കേരളത്തിന്റെ അഭിമാനമായിരുന്ന, മലബാറിന്റെ സുൽത്താനായിരുന്ന പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദിന്റെ പൊന്നോമന പുത്രൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. ഏറ്റവും നിർണായകമായ, വിധി നിർണായകമായ ഈ നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ജനാധിപത്യ മുന്നണിയുടെ സാരഥിയായി, സ്ഥാനാർത്ഥിയായി ജനവിധി നേടുന്ന പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ കൺവെൻഷന്റെ ആ കൺവെൻഷൻ അക്ഷരാർത്ഥത്തിൽ ഈ കോടതിപ്പടിയിൽ പ്രിയപ്പെട്ടവരെ ഇതൊരു മഹാസമ്മേളനമായി, ഒരു മഹാസംഗമമായി മാറിയിരിക്കുകയാണ്. ഈ പശ്ചിമഘട്ടത്തിന്റെ മടിയിൽ തലയായി ചുറങ്ങുന്ന നിലമ്പൂർ എന്ന് പറയുന്ന ഒരു കാലത്ത് വനാന്തരമായിരുന്ന ഈ നിലമ്പൂർ മണ്ഡലത്തെ വികസനത്തിന്റെ പേരിലേക്ക്, വികസനത്തിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് ആനയിച്ച നമ്മുടെ പ്രിയപ്പെട്ട നേതാവ്, ഈ നാടിന് നമുക്കറിയാം, ചാലിയാർ പുഴയും കാഞ്ഞിരപ്പുഴയും കരിമ്പുഴയും കലക്കമ്പുഴയും കുറുവമ്പുഴയും ഉൾപ്പെടെ ഏറ്റവും കൂടുതൽ പുഴകളുള്ള ഈ നിലമ്പൂർ മണ്ഡലത്തിൽ, ഈ നിലമ്പൂർ മണ്ഡലം ഒരു ദ്വീപായി ഛിന്നഭിന്നമായി ചിതറിക്കിടന്നിരുന്ന ഒരു സന്ദർഭത്തിൽ ഇവിടെ വികസനങ്ങൾ കൊണ്ടുവന്ന് നൂറുകണക്കിന് പാലങ്ങൾ നിർമ്മിച്ച്, റോഡുകൾ നിർമ്മിച്ച് ഈ നാടിനെ വികസനത്തിലേക്ക് നയിച്ച ആര്യാടൻ മുഹമ്മദ്, അദ്ദേഹം പ്രിയപ്പെട്ടവരെ, അദ്ദേഹമില്ലാത്ത 9 വർഷം ഈ നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ നിശ്ചലമായ 9 വർഷങ്ങളാണ്. ഈ നാടിനു വേണ്ടി ഒരു പദ്ധതി പോലും മുന്നോട്ട് വെക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാടിന്റെ പതിറ്റാണ്ടുകളായി ഈ നാടിന്റെ സ്വപ്നമായിരുന്ന നിലമ്പൂർ ബൈപ്പാസ് ഇന്നും സ്വപ്നമായി അവശേഷിക്കുകയാണ്. നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന ആര്യാടൻ മുഹമ്മദ് നമുക്ക് അനുവദിച്ചു തന്ന നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ഇന്നും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുകയാണ്. ആര്യാടൻ മുഹമ്മദ് നമുക്ക് അനുവദിച്ചു തന്ന, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തുള്ള KSRTC ടെർമിനൽ ഇന്നും പ്രിയപ്പെട്ടവരെ അത് പണി പൂർത്തിയാകാതെ നിശ്ചലാവസ്ഥയിൽ തുടരുകയാണ്. കഴിഞ്ഞ കവളപ്പാറ ദുരന്തം ഉൾപ്പെടെയുള്ള ദുരന്തത്തിൽ ഇരയായ പ്രളയബാധിതരെ സഹായിക്കാൻ കഴിയാതെ പാവപ്പെട്ട ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇന്നും പ്ലാസ്റ്റിക് ഷീറ്റിന്റെ കീഴിൽ കഴിയുന്ന സാഹചര്യമാണ്. 9 വർഷക്കാലത്തെ ഈ സമാനതകളില്ലാത്ത ദുരന്തം അവസാനിപ്പിക്കാൻ നമുക്കിത് ഒരവസരം കൈവന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സാരഥി ആര്യാടൻ ഷൗക്കത്താണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ തേരാളി, നിലമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രഗത്ഭനായ പാരമ്പര്യം തെളിയിച്ചിട്ടുള്ള ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, നിലമ്പൂർ നഗരസഭയുടെ ചെയർമാനായിക്കൊണ്ട് മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത്, ദേശീയ പുരസ്കാരം നേടിയ നിരവധിയായ സിനിമകളുടെ തിരക്കഥാകൃത്ത് എന്ന നിലയിൽ സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ചിട്ടുള്ള പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് പ്രവർത്തകരുടെ ആവേശ തിരമാലയിലേറി ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ആര്യാടൻ മുഹമ്മദ് എന്ന കുഞ്ഞാക്കയുടെ പൊന്നോമന പുത്രൻ ആര്യാടൻ ഷൗക്കത്ത് എന്ന വാപ്പുട്ടിയെ വിജയിപ്പിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തടിച്ചുകൂടിയിരിക്കുന്ന നൂറുകണക്കിന് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകന്മാരുടെ ആവേശത്തേറിലേറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത് ഇതാ കടന്നു വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ജൂൺ മാസം 19 നടക്കുന്ന നിർണായകമായ തിരഞ്ഞെടുപ്പിൽ തന്നെ ഒരു കൈ സഹായം നൽകി അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളോട് കുപ്പകയോടെ അപേക്ഷിക്കുന്നതിനു വേണ്ടി തിരക്ക് പിടിച്ച പ്രചരണ പ്രവർത്തനങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് പ്രിയപ്പെട്ട ആര്യാടൻ ഷൗക്കത്ത് എന്ന അനാദൃശ്യ വൈഭവമാർന്ന പ്രതിഭാശാലി പത്തരമാറ്റിന്റെ പളുങ്കുമണി നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, പ്രിയപ്പെട്ടവരെ, ഈ വേദിയിലേക്ക് ആവേശത്തിരമാല സൃഷ്ടിച്ചുകൊണ്ട് ഈ സദസ്സിലേക്ക് പ്രിയപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാ അനുഗ്രഹവും ആശീർവാദവും ഏറ്റുവാങ്ങി പ്രിയപ്പെട്ടവരെ കടന്നു വന്നിരിക്കുകയാണ്. ജൂൺ മാസം 19 നടക്കുന്നത് നമ്മളെ സംബന്ധിച്ച് കേവലം ഒരു തിരഞ്ഞെടുപ്പല്ല, ഇത് ജീവൻ മരണ പോരാട്ടമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ പോരാട്ടത്തിൽ നമ്മളുടെ പ്രതീക്ഷയായി പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് ശ്രീ ആര്യാടൻ
ശ്രീ ആര്യാടൻ ഷൗക്കത്താണ് മത്സരിക്കുന്നത്. ഏത് കൊമ്പനായാലും ഏത് കൊമ്പത്തെ വമ്പനായാലും ജയിക്കുന്നത് ആര്യാടൻ ഷൗക്കത്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ ഒറ്റക്കെട്ടായി ഒരു കൈയായി ഒരു മെയ്യായി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യം. കൈയായി ാണ് ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ വേദിയിലേക്ക് ആനയിച്ചുകൊണ്ട് ആവേശകരമായ പ്രസംഗം പൂർത്തിയാക്കുന്നത്.